എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അണികളോട്, പാർട്ടി മെമ്പർമാരോടും അനുഭാവികളോടും പതിറ്റാണ്ട് കാലങ്ങളായി CPM വോട്ട് ചെയ്യുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ബംഗാളിലും ഉണ്ടായിരുന്നു, ത്രിപുരയിലും ഉണ്ടായിരുന്നു. രണ്ടിടത്തും ഒരു പോക്ക് പോയി, തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയെ, CPM-നെ നിങ്ങൾക്ക് രക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉദാത്തമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അതായത് 5 വർഷം കഴിഞ്ഞെങ്കിലും ഇത് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈ പറഞ്ഞ പോലെ നിസ്തുലമായിട്ടുള്ള ഒരു സേവനം എന്ന് പറയുന്നത് പിണറായി വിജയനെ, അയാളുടെ നേതൃത്വത്തിലുള്ള ഈ ചീഞ്ഞളിഞ്ഞ സംവിധാനത്തെയും കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള വജ്രായുധം, നിങ്ങളുടെ കയ്യിലുള്ള സമ്മതിദാനാവകാശം അത് ഏപ്രിൽ 9-ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ ശുദ്ധമായ രാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വരാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തോളോട് തോൾ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ പിണറായി വിജയനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ജീർണിച്ച CPM സംവിധാനത്തിനും എതിരെ ഏപ്രിൽ 9-ന് വോട്ട് ചെയ്യണം എന്നാണ് വളരെ വിനീതമായി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന 3 തലമുറയായി കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന, ഒരു വിട്ടുവീഴ്ചകൾക്കും വഴങ്ങാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുണ്ട്. നമസ്കാരം. ബംഗാളിലും ത്രിപുരയിലും ഒരു കാലഘട്ടത്തിൽ CPM എന്തായിരുന്നു? ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയായിരുന്നു CPM. എന്നാൽ അധികാരം കയ്യിൽ കിട്ടിയതോടെ അവിടുത്തെ ജനങ്ങളെ മറന്നു. അതിൽ നേതാക്കന്മാർ കോടീശ്വരന്മാരായി അഴിമതി നടത്തി എങ്ങനെയെങ്കിലും വളരണം, എങ്ങനെയെങ്കിലും തൻ്റെ പോക്കറ്റ് വീർപ്പിക്കണമെന്ന്, അതേപോലെ കോടികൾ സമ്പാദിക്കണം എന്നുള്ള ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ അവർ പിന്നോട്ട് പോയി. മാത്രമല്ല എതിരാളികളെ ഭീകരമായ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി ജനങ്ങളും CPM-ൽ നിന്ന് അകന്നു. അവസാനം ആ 2 സംസ്ഥാനങ്ങളും പൂർണ്ണമായി CPM ഇല്ലാതായി. ഇപ്പോൾ കേരളത്തിലും അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരു കേരളത്തിൽ ഭരിക്കുന്ന ആരാണ്? പിണറായി എന്ന് പറയുന്ന ഭീകരനാണ്. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കേസുകളാണ് ഉള്ളത് നമുക്കറിയാം. ലാവ്ലിംഗ് കേസ് കഴിഞ്ഞ 8-9 വർഷമായി സുപ്രീം കോടതി കിടക്കുന്നതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി BJP-യുമായി അലിഖിതമായ ധാരണയിലാണ്, അവിഹിതമായ ധാരണയിലാണ് പിണറായി വിജയൻ. BJP-ക്കെതിരെ RSS-നെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയം തുടങ്ങി ഇതുവരെ എത്തിയ പിണറായി വിജയൻ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദിയുടെ കാല് പിടിക്കുന്ന രംഗത്ത് വരെ എത്തി. അങ്ങനെ ഏത് വിധേനയും സ്വന്തം മകളെയും മകനെയും രക്ഷിക്കുക, കുടുംബം രക്ഷിക്കുക, കുടുംബം ഉണ്ടാക്കി വെച്ച അനധികൃത സമ്പാദ്യം വിദേശത്ത് കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി. നമുക്കറിയാം ഏകദേശം 1 ലക്ഷം കോടിയിലധികം സമ്പാദ്യമുള്ള, അനധികൃത സമ്പാദ്യമുള്ള ഒരാളാണ് പിണറായി വിജയൻ. അതിൻ്റെ 10,000 കോടി രൂപയുടെ രേഖകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നു. എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ ആ രേഖകൾ കടത്തിക്കൊണ്ടുപോയി. എൻ്റെ വീടും ഓഫീസും ഒരേ സമയത്താണ് റെയ്ഡ് ചെയ്ത് പെട്ടെന്ന്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം ഇവിടെ പുതുക്കി പണിയുമെന്ന് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. 2014 ഇവിടെ ഒരു മനുഷ്യ ചങ്ങല എന്ന നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷം വന്നാൽ ഞങ്ങൾ മുല്ലപ്പെരിയാർ പുതിയതായി ഡാം പണിയും. എന്നാൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സീക്രട്ട് ഫണ്ടിൽ നിന്ന് ഓരോ കൊല്ലവും 100 കോടി രൂപ വീതമാണ് പിണറായി വിജയൻ വാങ്ങിയതിൻ്റെ തെളിവാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അതാണ് പോലീസ് കടത്തിക്കൊണ്ടുപോയത്. അങ്ങനെ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച് 6 ലക്ഷം കോടി രൂപ കടക്കണിയിലാക്കി എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി ഒരു കേരളത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ പറ്റുള്ളൂ. നമുക്കറിയാം ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ തന്നെ അവിടെ ആരോഗ്യമന്ത്രിയെ വന്നു. എല്ലാ മേഖലയും ഇതേപോലെ തന്നെ. ഒരു മേഖലയും നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. കള്ളന്മാരും കൊള്ളക്കാരും ഭരണത്തിലെത്തിയപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ മുച്ചൂടും നശിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം പാവപ്പെട്ട ആളുകൾ, CPM-ന്റെ അണികളടക്കം അവർ പണ്ടത്തേക്കാൾ ദരിദ്രരായി എന്നല്ല എന്തുണ്ട്. CPM ഈ വിധത്തിൽ തകർന്ന് തരിപ്പണമായി ഈ ഇന്നത്തോടുകൂടി ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിണറായിക്ക് വീണ്ടും വോട്ട് ചെയ്യാം. വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ച് അദ്ദേഹത്തിന് ഈ കിരാത ഭരണം വീണ്ടും മുന്നോട്ട് പോയി CPM-നെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയും.
അതല്ല, നിങ്ങൾക്ക് CPM എല്ലാ കാലത്തും വേണം. EMSും AKGയും VS അച്യുതാനന്ദനും പോലുള്ള സമുന്നതരായ നേതാക്കന്മാർ ചോര നീരാക്കി കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് CPM തോൽപ്പിക്കുക ഇത്തവണ എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇത്തവണ ചെയ്യാനുള്ള ഏക മാർഗം. അതിന് ഇത്തവണ UDF എന്തായാലും അവരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പരിഹാരം. എന്നിട്ട് പ്രതിപക്ഷത്ത് വന്ന് പിണറായി CPMൽ സമൂലമായ ഒരു പരിവർത്തനം വന്ന് ശുദ്ധീകരണം വന്ന് പിണറായി വിജയൻ അടക്കമുള്ള കൊള്ള സംഘത്തെ ആട്ടി ഓടിച്ച് അതിനെ ശുദ്ധീകരിച്ച് വീണ്ടും എടുക്കണം. ഇപ്പോൾ അത് കൊള്ള സംഘത്തിൻ്റെ കൈവശമാണ് എന്ന് സാധാരണ CPM പ്രവർത്തകർ പോലും നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാലക്കാടും അതേപോലെ മലമ്പുഴയിൽ സുരേഷ് VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറി ആയിരുന്ന സുരേഷും അതേപോലെ ആലപ്പുഴയിൽ G സുധാകരനും അതേപോലെ ആയിഷ പോറ്റിയും എല്ലാം CPMൽ നിന്ന് പുറത്തു ചാടി, CPMലെ നല്ലവരായ അത്തരം ആളുകളെല്ലാം പുറത്തു ചാടി CPMനെതിരെ മത്സരിക്കുന്നത്. അല്ലെങ്കിൽ അവരൊരിക്കലും CPM വിട്ടു വരില്ല. കാരണം അത്രയ്ക്കും CPMന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള CPM എന്നുള്ള മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരാക്കിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തവണ CPMനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് ഷാജഹാൻ പുറത്തുവിട്ട KM ഷാജഹാൻ, നമുക്കറിയാം VS അച്യുതാനന്ദനാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള പോരാട്ട നായകനാണ് KM ഷാജഹാൻ. എനിക്ക് ലാവ്ലിൻ കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടപ്പോൾ അതെല്ലാം തയ്യാറാക്കി VS അച്യുതാനന്ദനെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് ആ രേഖകളെല്ലാം എത്തിച്ചു തന്നിട്ടുള്ള ഒരാളാണ് KM ഷാജഹാൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടക്കത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി കേൾക്കുക. എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അണികളോട്, പാർട്ടി മെമ്പർമാരോടും അനുഭാവികളോടും പതിറ്റാണ്ട് കാലങ്ങളായി CPMന് വോട്ട് ചെയ്യുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ബംഗാളിലുണ്ടായിരുന്നു, ത്രിപുരയിലുണ്ടായിരുന്നു, രണ്ടിടത്തും ഒരു പോക്ക് പോയി, തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയെ CPMനെ നിങ്ങൾക്ക് രക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉദാത്തമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അതായത് 5 വർഷം കഴിഞ്ഞെങ്കിലും ഇത് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈ പറഞ്ഞ പോലെ നിസ്തുലമായിട്ടുള്ള ഒരു സേവനം എന്ന് പറയുന്നത് പിണറായി വിജയനെ അയാളുടെ നേതൃത്വത്തിലുള്ള ഈ ചീഞ്ഞെളിഞ്ഞ സംവിധാനത്തെയും കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള വജ്രായുധം, നിങ്ങളുടെ കയ്യിലുള്ള സമ്മതിദാനാവകാശം അത് ഏപ്രിൽ 9 ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ ശുദ്ധമായ രാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വരാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തോളോട് തോൾ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ പിണറായി വിജയനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ജീർണിച്ച CPM സംവിധാനത്തിനും എതിരെ ഏപ്രിൽ 9 വോട്ട് ചെയ്യണം എന്നാണ് വളരെ വിനീതമായി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന 3 തലമുറയായി കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന ഒരു വിട്ടുവീഴ്ചകൾക്കും വഴങ്ങാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.